സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല വില്ലൻ സാമിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിൽ സുഹൃത്ത് ആവശ്യപ്പെട്ടു. സാമ് പിന്നെ വേറെ കുറച്ച് നടന്മാരെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഇന്ന് നമുക്ക് സാമിനെക്കുറിച്ചും പറയാം, പിന്നെ നായകനായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഔട്ടായ നടന്മാരെക്കുറിച്ചും പറയാം. സാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കാണുന്ന സാമിനെ അങ്കത്തട്ടിൽ പക്ഷെ തന്നെ കുതിരപ്പുറത്ത് പോകുമ്പോൾ രണ്ട് കുട്ടികളെ രക്ഷിക്കുന്ന ഒരു ഫൈറ്റെല്ലാം ചെയ്തിട്ട് അത് സാമാന്ന് തോന്നുന്നുണ്ട്. തുടക്കത്തിൽ കുറേ മുന്നേ കണ്ട് അങ്കത്തട്ടി, ഇപ്പം കണ്ടില്ല. അത് അങ്കത്തട്ടിൽ സാമുണ്ട്. പിന്നെ വെല്ലുവിളിയിൽ നല്ല റോളാണ്. ജനാർദ്ദനൻ്റെ മാനേജറായിട്ട് കയ്യിലൊരു വടിയെല്ലാം പിടിച്ച് സോമൻ്റെ അടുത്തെല്ലാം നല്ലോണം ലാസ്റ്റ് സോമൻ പിടിച്ച് അടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വില്ലൻ. അത് KG രാജശേഖരൻ്റെ പടമാണ്. KG രാജശേഖരൻ്റെ പടത്തിൽ സാമുണ്ടാവും. പിന്നെ പത്മതീർത്ഥം എന്നുള്ള പടത്തിൽ മെയിൻ വില്ലനാണ് സോമനായിട്ട് ഫൈറ്റുണ്ട്. പിന്നെ പിച്ചാത്തിക്കൂട്ടപ്പയിൽ നസീർ സാറായിട്ട് മാർക്കറ്റിൽ നിന്ന് അടി ശാരദ അടങ്ങാറാക്കിയിട്ട് നസീർ സാർ വന്നിട്ട് അടിക്കുന്നത് അത് സാമിനെ. പിന്നെ വിജയനും പേരിൽ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച് അതൊരു വലിയ ഭാഗ്യമാണ് സാമിന്. വിജയനും പേരിൽ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച് മെയിൻ വില്ലനായിട്ട് അങ്ങനെ സാറിന് വലിയ വലിയ നടന്മാരിലുണ്ടാവും. ജോസ് പ്രകാശ്, ഉമ്മർ, ഗോവിന്ദൻകുട്ടി, അങ്ങനെ ഒന്ന് അഭിനയിച്ച സാമത്. പിന്നെ കുറേ പടത്തിലുണ്ട്, പക്ഷെ കുറച്ചൊരു ഓവർ ആക്ടിങ് ആണ്. അതുകൊണ്ടാണ് ഉയർച്ചയിലെത്താൻ നല്ല ബോഡിയെല്ലാം സാമിൻ്റെ. ഇനി നമുക്ക് ഓരോ ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ചിട്ട് ഔട്ടായ നടന്മാരെക്കുറിച്ച് പറയാം. വലിയ പ്രതീക്ഷയോടെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പുതുമുഖങ്ങൾ വരുന്നത് വലിയ കാര്യമാണ്. ഒരു സിനിമയിൽ ഒരു പുതുമുഖ നായകനാകാമെന്ന് പറഞ്ഞാൽ വലിയ ചർച്ചയാണ്. അത് വലിയ വാരികയിലല്ലോ പറയൂ ഒരു പുതുമുഖ നടൻ വരുന്നുണ്ട്. അങ്ങനെ പണ്ട് മോഹൻലാലിനെ കുറിച്ചും ലാലു അലക്സിനെ കുറിച്ചെല്ലാം പറഞ്ഞു. പുതിയ നടനായിട്ട് അഭിനയിക്കുമ്പോൾ ഈ ഗാനം മുറക്കുമോ എന്ന സിനിമയിലൂടെ ഒരു പുതിയ വില്ലൻ വരുന്നു, മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ ഒരു വില്ലൻ വരുന്നു എല്ലാം പറഞ്ഞു. അതേപോലെ അന്ന് നായകനായിട്ട് അഭിനയിക്കുമ്പോൾ വലിയ കാര്യം. ഇന്നത്തെ പോലെ സിനിമയിൽ ചറപറാന്ന് നടന്മാരെന്ന് ഇല്ലല്ലോ. ഇന്ന് വഴിയെ പോകുന്നവരെല്ലാം സിനിമ നടന്മാരാണ്. ഏതാന്ന് പോസ്റ്ററിൽ നോക്കിയാൽ നടനാരാണെന്ന് മനസ്സിലാവില്ല. ഏതെല്ലോ പിന്നെ നടന്മാർ പോസ്റ്ററിൽ കാണുന്നത് ഇന്ന നടനാണെന്ന് നമുക്ക് പറയാമെന്നെങ്കിൽ പണ്ടങ്ങനെയല്ല. പണ്ട് ഒരു നടൻ വരുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു നടൻ പ്രത്യേകിച്ച് ഒരു നായകനായിട്ട് വരുന്ന നടന് ഭയങ്കര പബ്ലിസിറ്റി ആയിരിക്കും. അങ്ങനെ പണ്ട് വന്ന ഒരു നടനാണ് പ്രസാദ് എന്ന് പറഞ്ഞൊരു നടൻ. ഷീല നായികയായിട്ട് അഭിനയിച്ച അനാഥ ശില്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് കോട്ടലിട്ട് സത്യനെ അനുകരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ആൾ ചെറുപ്പക്കാരനെങ്കിലും വയസ്സിൻ്റെ ലുക്ക്. അങ്ങനെ ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ചിട്ട് ഔട്ടായി പ്രസാദ്. പിന്നെ ജബ്ബാർ എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. 1000 വില്ലൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജയഭാരതിൻ്റെ കൂടെ പാട്ട് പാടിച്ച് അഭിനയിക്കുന്ന അയാൾ ശരിയായ പേര് ജബ്ബാർ എന്നാണ്, കണ്ണൂർക്കാരനാണ്. പക്ഷേ സിനിമയിൽ സുനിൽ നാട്ട് പേരിട്ടിന് ജബ്ബാർ എന്ന് പേര് മാറ്റിയിട്ട് അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല. നായകനായിട്ട് ജയഭാരതിൻ്റെ കൂടെ പാടുന്ന അക്കരെ പച്ച എന്ന് തോന്നുന്നു സിനിമ അത്. പിന്നെ ജബ്ബാർ അഭിനയിക്കുന്നത് ഐവിശേഷൻ്റെ അയൽക്കാരിയിൽ റാണിയാന്ത്രൻ്റെ ഭർത്താവായിട്ട് കുടിയനായിട്ട്. അങ്ങനെ ഒന്ന് രണ്ട് പടത്തിൽ അഭിനയിച്ച് ജബ്ബാർ പോയി. പിന്നെ ജലം എന്ന് പറഞ്ഞൊരു നടമ്പതിന് മേനകയുടെ കൂടെ ഭാര്യ ഒരു മന്ത്രിയിൽ. അത് സുകുമാരൻ്റെ പടം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ടത്. നോക്കുമ്പോൾ സുകുമാരൻ അതിൽ വളരെ കുറവേ ഉള്ളൂ. ഈ ജലനാണ് അതിൽ നായകൻ. എനിക്ക് വന്ന് തെലുങ്ക് നടനായിട്ടാണ് ഒരു പടത്തിൽ കുറച്ച് നല്ലൊരു പാട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അതിൽ. മേനകയുടെ നായകനായിട്ട് തന്നെ ഹൈറ്റ് പറഞ്ഞിട്ട് അഭിനയം എന്ന് പറഞ്ഞാൽ തീരെ തൊട്ട് തേണ്ടിയിട്ടില്ല. ആ പടത്തോടുകൂടി പിന്നെ ജലം പോയി. പിന്നെ പ്രിൻസ് എന്ന് പറഞ്ഞൊരു നടൻ വന്നത് കഥ പറയും കായൽ എന്ന് പറഞ്ഞിട്ടൊരു പടം. പക്ഷെ ആ പിന്നീട് നിന്ന് പോയിട്ട് പേര് മാറ്റിയിട്ട് അമ്പലക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഇറക്കി പ്രിൻസ്. അത് ഭയങ്കര പത്രങ്ങളിൽ എഴുതി പ്രിൻസ് എന്ന് പറഞ്ഞൊരു പുതിയ നടൻ വരുന്നുണ്ട്, അയാൾ തന്നെയാണ് പ്രൊഡ്യൂസർ. ഇങ്ങനെ മമ്മൂട്ടിയുടെ സൗന്ദര്യവും മോഹൻലാലിൻ്റെ അഭിനയവും എന്നെല്ലാം പെട്ടെന്ന് പരസ്യം കൊടുത്തത്. അങ്ങനെ പ്രിൻസ് ആ പടത്തിൽ ഒന്ന് അഭിനയിച്ച് പിന്നെ വേറെ ഏതൊരു പടത്തിൽ അഭിനയിച്ച് പിന്നെ പ്രിൻസ് ഔട്ടായി. അത് വെച്ചാൽ പുതുമുഖങ്ങൾക്ക് അത് നായകനായിട്ട് പിടിച്ചേക്കാൻ കഴിയില്ല, ഭയങ്കര കഴിവ് വേണം, എന്നാലേ പിന്നെ ഒരു പടത്തിലെല്ലാം നായകനാൻ പറ്റും. ശശി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്ര മേനോൻ പരിചയപ്പെടുത്തി പറഞ്ഞാൽ ഉത്രാട രാത്രിയിൽ ശശി ഉത്രാടരാത്രി കഴിഞ്ഞിട്ട് പിന്നെ നസീർ സാറിൻ്റെ കൂടെ ഒന്ന് രണ്ട് പടത്തിൽ അഭിനയിച്ചു. നസീർ സാറിൻ്റെ അനിയനായിട്ട് പ്രഭുവിൽ
നസീർ സാറിൻ്റെ മകനായിട്ട് തരംഗത്തിൽ, ബേബി എടുത്ത് 1-2 പടത്തിൽ, പിന്നെ ശ്രീകുമാരൻ തമ്പി ചേട്ടനും എടുത്ത് ആക്രമണത്തിൽ, പിന്നെ ശശി ഔട്ടായി. ഇപ്പം ശശി പിന്നീട് പേര് മാറ്റിയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ച് ഗുരുജി ഒരു വാക്കെന്ന് പറഞ്ഞാൽ, അല്ല ഗുരുജി അല്ല, ഗുരുദക്ഷിണയിൽ അടൂർവാസി നായകനായ മമ്മൂട്ടി മോഹൻലാൽ രതീഷിലുള്ള പടത്തിൽ പേര് മാറ്റിയിട്ട് അതിൽ സുരേഷ അങ്ങനെ എന്തോ പേരാക്കിയിട്ട് പിന്നെ ശശി എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ പേരിൽ വന്നു നോക്കി, എന്നിട്ട് രക്ഷ ചെയ്ത് സുരേഷ സതീഷ് അങ്ങനെ എന്തോ പറഞ്ഞ വന്നത്. പിന്നെ സതീഷ് എന്ന് പറഞ്ഞൊരു നടൻ വന്ന് കുര്യൻ വർണ്ണശാല സംവിധാനം ചെയ്ത അന്തിച്ചുവപ്പ് എന്ന് പറഞ്ഞ മമ്മൂട്ടിൻ്റെ പടത്തിൽ, അത് മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ ശങ്കർ മമ്മൂട്ടിയാണ് അതിൽ നായകന്മാർ. അതേപോലത്തെ തുല്യ റോളിലൊരു അയാളുടെ പേര് സതീഷ് എന്നാണ്. കാണുമ്പോൾ രതീഷിനെല്ലാം പോലെ ആയിട്ട് ഒരു നടന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നല്ല റോളും ഉണ്ട്, ഒരു നായകൻ തന്നെ പറയാം. പക്ഷേ സതീശനെ പിന്നെ കണ്ടിട്ടില്ല. സതീശൻ പിന്നെ വന്ന ദിലീപ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദിലീപല്ല, അതിന് മുമ്പേ ഒരു ദിലീപ് ഉണ്ടായിന്. ഞാൻ ഏകനാണെന്ന് പറഞ്ഞിട്ട് മധു പ്രൊഡ്യൂസ് ചെയ്തൊരു പാടം, പി ചന്ദ്രകുമാറിൻ്റെ മൃദുലേ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ഓ മൃദുലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിലെ പാട്ട് ദിലീപ് എന്ന് പറഞ്ഞാൽ അത് വേറെ ചിത്രനാളൊരു പാട്ടുണ്ട്, രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ രജനി പറയൂ. അടിപൊളി പാട്ടത്. അതിലഭിനയിച്ച് ദിലീപിനെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഒരു നടനാന്ന് സാംബശിവൻ. കഥാപ്രസംഗത്തിന് ഭയങ്കര പേരിലുള്ള ആളാണ് സാംബശിവൻ. കഥാപ്രസംഗത്തിന് മെഗാസ്റ്റാറാണ്. പക്ഷേ സിനിമയിൽ ഒരു പടത്തിൽ അഭിനയിച്ച് പല്ലാങ്കുഴൽ എന്ന് പറഞ്ഞിട്ട് വളരെ കുറേ പത്രങ്ങളിൽ ഭയങ്കരമായിട്ട് സാംബശിവൻ സിനിമയിൽ കയറിയിട്ടുണ്ട്, അതിന് ഭയങ്കര ഇതായിരിക്കും എന്നെല്ലാം പറഞ്ഞു. നോക്കുമ്പോൾ ഒരു പടത്തോടു കൂടി പോയി. ഒരു നല്ല പാട്ടും ഉണ്ട് അതിനതിൽ. പിന്നെ ഒരു നടനാണ് ഷറഫ് എന്ന് പറഞ്ഞിട്ടൊരു നടൻ, മമ്മൂട്ടിൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ് ഷറഫ്. നല്ല സ്റ്റൈലും നടനാണ്. സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. നടനൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പടത്തിലാണ് വെച്ച് മേള എന്നുള്ള പടത്തിൽ സർക്കസ് കൂടായിരുന്നു മമ്മൂട്ടിയായിട്ടുള്ള ഫൈറ്റിലുണ്ട്. മമ്മൂട്ടി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, എന്നെക്കാളും സുന്ദരനാണ് ഷറഫ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. മമ്മൂട്ടിനെ കൂടെ എപ്പോൾ ഉണ്ടാവും ആ കാലത്ത്. ഇപ്പം പിന്നെ മമ്മൂട്ടി പിന്നെ മെഗാസ്റ്റാർ വലിയ ഉയരത്തിലെത്തിയാലും ഷറഫിനെ വിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഷറഫിന്ന് കാര്യമൊന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ മമ്മൂട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് അസുഖം ബാധിച്ച സമയത്ത് ഷറഫാണ് കൂടെ ഉണ്ടാകേണ്ടത്. അത്രയും അടുത്ത് ക്ലോസ് ഫ്രണ്ടായിരുന്നു അത് കുറച്ച് കാലം വരെ. പിന്നെ വലിയ നിലയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ സുഹൃത്തുക്കളെല്ലാം മറന്ന കളി. അങ്ങനെ മറന്നതാന്ന് തോന്നുന്നു ഷറഫിന്. ആ ഒരു നടനാണ്. അതുപോലെ തന്നെ ഒരു കൈ നോക്കിയാൽ രാജസേനായിരുന്നു നടനാന്ന് നോക്കിയത്, പരാജയപ്പെട്ട്. ഏതോ 1-2 പടത്തിൽ അഭിനയിച്ചിട്ട്. രാജസേൻ നല്ല കാണാൻ നല്ല സ്റ്റൈലിനാന്നല്ല, പക്ഷേ സിനിമയിൽ സ്റ്റൈല് മാത്രം പോരാ, അഭിനയം പോകണമല്ലോ. ഇവരൊക്കെ ഓരോരോ പടങ്ങളിൽ ഓരോന്നല്ല 2-3 പടങ്ങളിൽ അഭിനയിച്ചിട്ട് ഔട്ടായത്. പിന്നെ ഇതിൽ പ്രതീക്ഷ വെക്കാൻ പറ്റിയ ഈ പറഞ്ഞതിൽ ആരും ഇല്ല ഇതിൽ. ആ ഷറഫിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഷറഫ് ഞാൻ വിചാരിച്ച് മേളയിൽ കണ്ട ശേഷം മമ്മൂട്ടിനേക്കാളും പിന്നെ അതിൽ നല്ല കാണാൻ നല്ലത് ഷറഫിനായിരുന്നു. പക്ഷേ ഷറഫിന് പിന്നെ എന്തോ ആൾക്കാർ ചാൻസ് കൊടുക്കണ്ടേ. പിന്നെ അതേപോലെ ഇതിൽ ശശിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശശി പക്ഷേ ഉത്രാട രാത്രിയിലും വന്നിട്ട് പിന്നെ ആളിന് മെലിഞ്ഞിട്ടായിരുന്നു. ഒരു നായകൻ്റെ ഒരു ഇതില്ല, പേഴ്സണാലിറ്റി ഇല്ല. പിന്നെ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഉഷാറായിട്ട് ഇപ്പം ജയൻ്റെ മകൻ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുരളി ജയ. അതും ഒരു ഉഷാറില്ല. ജയൻ്റെ മകനാന്ന് പറഞ്ഞത് ബോഡിയൊന്നുമില്ല, ആളൊരു മെലിഞ്ഞിട്ട്. എന്നാൽ പിന്നെ ജയൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ജിമ്മിലെല്ലാം പോയി കളിച്ച് നല്ല ഉഷാറാക്കി നല്ല കുറച്ച് ഭക്ഷണം എന്ന് പറഞ്ഞാൽ തടി ഉഷാറാൻ വലിയ പൈസൻ്റെ ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല, പൈസക്കാരനൊന്നും ആണെന്നില്ല ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിൽ നിന്ന് ഇപ്പോൾ പിന്നെ എന്തെങ്കിലും വണ്ണം കൂടാനുള്ള ഭക്ഷണം കഴിക്കുക. കുറച്ച് മുട്ടക്കൊന്നും വലിയ വിലയൊന്നുമില്ല. മുട്ടയെല്ലാം കഴിച്ചാൽ ജിമ്മിലെല്ലാം പോയി മുട്ടയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി നല്ല എക്സസൈസെല്ലാം കളിച്ച് കഴിഞ്ഞാൽ ജയൻ്റെ മകൻ കുറച്ച് ഉഷാറാവും. ഇതിപ്പോൾ മെലിഞ്ഞ് ജയൻ്റെ മകനാന്ന് അയാൾ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നുമില്ല. പിന്നെ മാത്രമല്ല ആളെ പിന്നെ കാണുമ്പോൾ ഒരു ലുക്കില്ലല്ലോ. എന്നാൽ ഞാൻ ജയൻ്റെ മകനാന്നെല്ലാം പറയുമ്പോൾ ജിമ്മിലെല്ലാം പോവാൻ ഏറ്റവും ഉഷാറാക്കിയിട്ട് തടിയിൽ ഉഷാറാക്കിയിട്ട് ജയനെ പോലെ നടക്കുക. ഇപ്പം ജയൻ നടക്കുന്ന പോലെ നടക്കുന്ന ഏതൊരു സിനിമയിൽ അഭിനയിച്ചാണ്. ഇപ്പം
എന്നിട്ട് ജയൻ നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്, കയ്യിലിങ്ങനെ എല്ലാം ആക്കിയിട്ട്. പിന്നെ ജയൻ്റെ ഇങ്ങനെയൊക്കെ പുള്ളി ആക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ആക്കുമ്പോൾ അതിന് കണക്കായ ബോഡിയെല്ലാം വേണ്ടേ, ഒന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ 1-2 പടത്തിൽ ഔട്ടാകുന്ന നടന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ.